നെക്സ്റ്റ് സീനിൽ നിക്ക് ഒരു ജ്വല്ലറി ഷോപ്പിൽ വന്ന് നുട്ടിന് വേണ്ടി ഒരു ബ്രേസ്ലെറ്റ് വാങ്ങിക്കുന്നുണ്ട്. അതിനുശേഷം അവളുടെ സ്കൂളിലേക്ക് വരുന്നു. അവൾ ആ സ്കൂളിൽ കുട്ടികളെ പെയിന്റിംഗ് പഠിപ്പിക്കുകയായിരുന്നു. നിക്ക് വെളിയിൽ നിൽക്കുന്നത് അവൾ കാണുന്നുണ്ട്. അവൾ വെളിയിൽ വന്ന ശേഷം നിക്കിനോട് സംസാരിക്കുന്നു. എന്നോട് ക്ഷമിച്ചതിന് നന്ദിയുണ്ടെന്ന് അവൻ പറയുമ്പോൾ അതിനെക്കുറിച്ചൊന്നും ഇനി സംസാരിക്കണ്ട, അതെല്ലാം നമുക്ക് മറക്കാമെന്ന് അവൾ പറയുന്നുണ്ട്. എന്നിട്ട് അവൾ നടന്നു പോകാൻ തുടങ്ങുമ്പോൾ അവൻ അവളോട് സോറി പറയുന്നു. ഇത് കേട്ട് നുട്ട് സർപ്രൈസായി അവനെ നോക്കുന്നുണ്ട്. എന്നിട്ട് സ്മൈൽ ചെയ്യുന്നു. പെട്ടെന്ന് അവൾക്ക് അവളുടെ മാരേജിനെ കുറിച്ച് ഓർമ്മ വരുന്നു. അവൾ സീരിയസ് ആയി അവിടുന്ന് പോകാൻ തുടങ്ങുമ്പോൾ നീ ഇനിയെങ്കിലും പറ, നിന്റെ പ്രോബ്ലം എന്താണെന്ന് അവൻ ചോദിക്കുന്നുണ്ട്. പക്ഷെ നുട്ട് ഒരു മറുപടിയും പറയുന്നില്ല. നീ ഇപ്പോഴും നിന്റെ പ്രോബ്ലംസ് ഒന്നും ഞാനുമായി ഷെയർ ചെയ്യാൻ തയ്യാറല്ല. നീ ബിഹേവ് ചെയ്യുന്നത് കണ്ടാൽ നമ്മൾ സ്ട്രേഞ്ചേഴ്സിനെ പോലെയാണെന്ന് അവൻ പറയുന്നുണ്ട്. പിന്നെ നമ്മൾ എന്താണെന്ന് അവൾ ചോദിക്കുന്നുണ്ട്. ഇത് കേട്ട് നിക്ക് സ്റ്റണ്ണായി നിൽക്കുന്നു. അവൾ അകത്തേക്ക് വരുമ്പോൾ നിന്റെ ഈ ക്വസ്റ്റ്യന് ഞാൻ മറുപടി പറയണമെന്ന് അവൻ ചോദിക്കുന്നുണ്ട്. നുട്ട് ആദ്യം ഒരുപാട് നെർവസ് ആകുന്നു. ചിലപ്പോഴൊക്കെ നമ്മുടെ പക്കൽ ടൈം ഉണ്ടാകില്ല. എല്ലാ കാര്യങ്ങളും എത്രയും പെട്ടെന്ന് ക്ലിയർ ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ഞാൻ നിന്നെക്കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്നു. ഒരു കണക്കിന് പറയുകയാണെങ്കിൽ എനിക്ക് നിന്നെക്കുറിച്ചൊന്നും അറിയില്ല. നീ യൂസ് ചെയ്യുന്ന കാറും നിന്റെ ഗെറ്റപ്പ് കണ്ടാ അറിയാം നീ റിച്ച് ആണെന്ന്. പക്ഷേ നിന്നെ പോലെ ഒരു റിച്ചായ പേഴ്സൺ എന്നെ പോലെ ഒരു പൂവറായ പേഴ്സണിൽ ഇൻട്രസ്റ്റ് കാണിക്കുക എന്തിനാണ്? നീ ഇതെല്ലാം മറക്കാൻ പറഞ്ഞ് അവൾ അകത്തേക്ക് പോകാൻ തുടങ്ങുന്നു. നിക്ക് ഓടി വന്ന് അവളെ ബ്ലോക്ക് ചെയ്യുന്നു. അങ്ങനെയൊന്നുമല്ല, നിന്നെ കാണുമ്പോഴും സംസാരിക്കുമ്പോഴും എല്ലാം ഞാൻ വളരെ ഹാപ്പിയാണ്. നിന്നെ കാണുമ്പോൾ ഞാൻ ഒരുപാട് റിലാക്സ് ഫീൽ ചെയ്യുന്നു. എന്നെക്കുറിച്ചും നീ അങ്ങനെയാണോ ഫീൽ ചെയ്യുന്നത് അവൻ ചോദിക്കുന്നുണ്ട്. ഇതെല്ലാം കേട്ട് നുട്ട് ഒരുപാട് ഇമോഷണലാകുന്നു. അവൾ അതേന്ന് പറയുന്നുണ്ട്. എന്നിട്ട് കരയുന്നു. നിക്ക് അവളുടെ കണ്ണീരുടയ്ക്കുന്നു. എന്നിട്ട് അവൾക്ക് ആ ബ്രേസ്ലെറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിനെല്ലാം എന്തർത്ഥമാണെന്ന് ചോദിച്ച് അവൾ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ നിക്ക് പെട്ടെന്ന് അവളെ കിസ് ചെയ്യുന്നു. കിസ് ചെയ്ത ശേഷം നിക്ക് പെട്ടെന്ന് പുറകോട്ട് മാറി നിൽക്കുന്നു. ഇത് കണ്ട് അവൾക്ക് ഒരുപാട് വിയേർഡ് ഫീൽ ചെയ്യുന്നു. എന്തു പറ്റിയെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ഒരുപാട് ഫാസ്റ്റ് ആയ പോലെ തോന്നുന്നു. ഇതിനു മുന്നേ എനിക്ക് റിലേഷൻ ഉണ്ടായിരുന്നു. ഞാൻ ആ റിലേഷനിൽ ഒരുപാട് വെപ്രാളം കാണിച്ചു. അതുകൊണ്ട് എനിക്ക് ഒരുപാട് നഷ്ടങ്ങൾ സംഭവിച്ചെന്ന് അവൻ പറയുന്നുണ്ട്. ഇതെല്ലാം കേട്ട് നുട്ട് ഒരുപാട് ഇമോഷണലാകുന്നു. അവൾ കരയുന്നുണ്ട്. നീ പിന്നെ എന്തിനെ കിസ് ചെയ്യുന്നവൾ ചോദിക്കുന്നു. അവൾക്ക് സ്വയം തന്നോട് തന്നെ ഒരുപാട് ദേഷ്യം തോന്നുന്നുണ്ട്. നിക്ക് വന്ന് അവളെ ഹഗ് ചെയ്തുകൊണ്ട് എന്നെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ നീയുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. എല്ലാ കാര്യങ്ങളും നിന്നോട് പറയാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ ഞാൻ നിന്നോട് ഇന്ന് എല്ലാ കാര്യങ്ങളും പറയുകയാണെങ്കിൽ എന്നേക്കുമായി എനിക്ക് നിന്നെ നഷ്ടമാകുന്ന പോലെയാണ് ഫീൽ ചെയ്യുന്നത്. സോ നീ എനിക്ക് കുറച്ച് ടൈം തരാൻ അവൻ പറയുന്നുണ്ട്. നീ എന്താ ഉദ്ദേശിക്കുന്നത്? ടൈം ആർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യില്ലെന്ന് നിനക്കറിയാവുന്നല്ലേ എന്ന് അവൾ ചോദിക്കുന്നുണ്ട്. നിക്ക് അവളെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ നീ തൽക്കാലം ഇവിടുന്ന് പോകാൻ അവൾ പറയുന്നു. നിക്ക് വീണ്ടും അവളോട് സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. കുറച്ചു നേരം എനിക്ക് ഒറ്റയ്ക്കിരിക്കണം, നീ തൽക്കാലം ഇവിടുന്ന് പോകാൻ അവൾ പറയുന്നു. ഇത് കേട്ട് നിക്ക് അവിടുന്ന് പോകുന്നുണ്ട്. അവൻ പോയ ശേഷം അവൾ ഒരുപാട് കരയുന്നു. അപ്പോൾ അവൾക്കൊരു കോൾ വരുന്നു. കോൾ എടുത്ത ശേഷം അവൾ ഷോക്കാകുന്നുണ്ട്. താങ്കൾ വറിയേണ്ട ആവശ്യമില്ല, ഞാൻ പെട്ടെന്ന് വരാമെന്ന് അവൾ പറയുന്നുണ്ട്. നെക്സ്റ്റ് സീൻ ഹോസ്പിറ്റലാണ് കാണിക്കുന്നത്. നുട്ട് അവളുടെ മദറിന്റെ അടുത്തേക്ക് ഓടി വന്ന് മദറിന് എന്താ പറ്റിയത്, ആരാണ് മദറിനെ ഇത്രയും ഹർട്ട് ചെയ്തെന്ന് ചോദിക്കുന്നുണ്ട്. നമ്മൾ പണം വാങ്ങിയ ആ ഗാങ്സ്റ്റേഴ്സാണ് എന്നെ ഉപദ്രവിച്ചെന്ന് മദർ പറയുന്നു. മദറിന്റെ അവസ്ഥ ഇതാണെന്ന് അങ്കിൾ ടായ്ക്ക് അറിയാമോ എന്ന് അവൾ ചോദിക്കുന്നു. അങ്കിൾ ടായ് എന്ന് പറയുന്നത് അവളുടെ സ്റ്റെപ്പ് ഡാഡാണ്. അപ്പോൾ സ്റ്റെപ്പ് ഡാഡ് അവിടേക്ക് വരുന്നു. സ്റ്റെപ്പ് ഡാഡിന്റെ അവസ്ഥയും ഒരുപാട് മോശമായിരുന്നു. കറക്റ്റ് സമയത്ത് നിന്റെ അങ്കിൾ ടായ് വന്ന് എന്നെ ഹെൽപ്പ് ചെയ്തു. പക്ഷെ അവർ നിന്റെ അങ്കിളിനെ ഒരുപാട് ഹർട്ട് ചെയ്തു എന്ന് മദർ പറയുന്നുണ്ട്. അങ്കിളിനാകട്ടെ പ്രോപ്പറായിട്ട് നടക്കാൻ പോലും പറ്റുന്നില്ല. ഇതെല്ലാം കണ്ട് നുട്ട് ഒരുപാട് ടെൻഷനിലാകുന്നു. അവർ നമുക്ക് നാളെ വരെയാണ് ടൈം തന്നിരിക്കുന്നത്. നമ്മൾ നാളെ പണം കൊടുത്തില്ലെങ്കിൽ അവർ നമ്മളെ കൊല്ലും എന്നാണ് പറഞ്ഞിരിക്കുന്നതെന്ന് അങ്കിൾ പറയുന്നുണ്ട്. വെളിയിൽ വന്ന ശേഷം നുട്ട് തന്റെ പക്കലുണ്ടായിരുന്ന കോണ്ടാക്ട്സ് എല്ലാം കോൾ ചെയ്യുന്നു, മെസ്സേജ് ചെയ്യുന്നുണ്ട് പണം ചോദിച്ചുകൊണ്ട്. പക്ഷേ ഇത്രയും വലിയ എമൗണ്ട് കൊടുക്കാൻ ആരും തയ്യാറാകുന്നില്ല. എന്ത് ചെയ്യണമെന്ന് അവൾക്കറിയില്ല. അവളുടെ കോണ്ടാക്റ്റിലുള്ള എല്ലാവരെയും അവൾ കോൾ ചെയ്യുന്നുണ്ട്. ഇനി ഒരാൾ മാത്രമേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. അത് മിസ്റ്റർ നിക്കായിരുന്നു. നിക്ക് കുറച്ചു മുന്നേ അവളോട് പറഞ്ഞ കാര്യം അവൾ ഓർക്കുന്നു. സോ അവൾ അവനെ കോൾ ചെയ്യുന്നില്ല. അപ്പോൾ അവൾ മിസ്റ്റർ ടോയെ കുറിച്ച് ഓർക്കുന്നു.
തൻ്റെ ഫാമിലി രക്ഷിക്കാൻ മിസ്റ്റർ ടോയി അല്ലാതെ ഇപ്പോൾ മറ്റൊരു വഴിയുമില്ലെന്ന് അവൾക്ക് മനസ്സിലാകുന്നുണ്ട്. ഇവിടെ നിക്ക് തൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ നുട്ടിന് കുറേ മെസ്സേജ് ചെയ്യുന്നുണ്ട്. പക്ഷേ അവളൊരു മെസ്സേജിന് റിപ്ലൈ കൊടുക്കുന്നില്ല. അവൻ്റെ ഒരു ഫ്രണ്ട് അവനോട്, നീ പറയുന്നത് നിനക്ക് ഈ റിലേഷൻ പതുക്കെ കൊണ്ടുപോകണം എന്നാണ്. പക്ഷെ നീ അവൾക്ക് വേണ്ടി ഒരു ബ്രേസ്ലെറ്റ് വാങ്ങി അവളെ കിസ് ചെയ്തു. അപ്പോൾ അവൻ്റെ ഡോക്ടർ ഫ്രണ്ട്, നിനക്ക് സത്യത്തിൽ എന്ത് കാര്യത്തിൽ എത്രയും പേടിയും ചോദിക്കുന്നുണ്ട്. നിങ്ങളോട് എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് എനിക്കറിയില്ല. പക്ഷേ ന്യൂട്ടിനെ കിസ് ചെയ്തപ്പോൾ എൻ്റെ ഗ്രാൻഡ് ഫാദർ എന്നോട് പറഞ്ഞ വേർഡ്സ് ഞാൻ എൻ്റെ ചെവിയിൽ മുഴങ്ങി കേട്ടു. ഗ്രാൻഡ് ഫാദർ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, റിലേഷൻഷിപ്പിൽ നമ്മൾ ഒരിക്കലും ഫാസ്റ്റായിട്ടൊന്നും ചെയ്യരുതെന്ന്. എൻ്റെ എക്സ് ഗേൾഫ്രണ്ടായ മരീസയുടെ കൂടെ ഞാൻ USA പോയപ്പോൾ ഗ്രാൻഡ് ഫാദറുമായി ഞാൻ കുറേ ഫൈറ്റ് ചെയ്തിരുന്നു. ഗ്രാൻഡ് ഫാദർ എന്നോട് കുറേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നീ എടുത്തു ചാടി ഒരു തീരുമാനം എടുക്കരുതെന്ന്. ലാസ്റ്റ് എന്ത് സംഭവിച്ചു നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഗ്രാൻഡ് ഫാദറിൻ്റെ ഹെൽത്ത് പെട്ടെന്ന് മോശമാകാൻ കാരണമായത് അന്നുണ്ടായ എൻ്റെ ഗ്രാൻഡ് ഫാദറിനും ആ ഫൈറ്റ് കാരണമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നതെന്ന് അവൻ പറയുന്നുണ്ട്. അതിനുശേഷം നിക്ക് ന്യൂട്ടിനെ കോൾ ചെയ്യാൻ തുടങ്ങുന്നു. രാവിലെ എന്ത് കാരണത്തിലാണ് അവൾ ഇത്ര അപ്സെറ്റായെന്ന് അറിയാൻ വേണ്ടിയാണ് അവൻ കോൾ ചെയ്യുന്നത്. അവൻ അപ്പോൾ ആ പണം ചോദിച്ചു വന്ന ഗാങ്സ്റ്റേഴ്സുമായുള്ള ഫൈറ്റിനെ കുറിച്ച് ഓർമ്മ വരുന്നു. അതിൻ്റെ അർത്ഥം മിക്കവാറും ലോൺ ഇഷ്യൂ ആയിരിക്കും എന്ന് അവന് മനസ്സിലാകുന്നുണ്ട്. നിക്ക് അവളെ കോൾ ചെയ്യുമ്പോൾ അവൻ്റെ ഫ്രണ്ട് അവനോട്, ഡോണ്ട് ടെൽ മീ നീ അവളെ കോൾ ചെയ്ത് അവൾക്ക് പണം ഓഫർ ചെയ്യാൻ പോവുകയാണെന്ന്. നിക്ക് അതേന്ന് പറയുമ്പോൾ, നീ എന്ത് റൈറ്റിലാണ് അങ്ങനെ ചെയ്യാൻ പോകുന്നത്? അപ്പോൾ അവൻ്റെ ഡോക്ടർ ഫ്രണ്ട്, നീ ആദ്യം നുട്ടിനോട് നിങ്ങൾ റിലേഷൻ എന്താണെന്ന് ക്ലിയർ ചെയ്യണം. അല്ലെങ്കിൽ പണം കൊടുത്ത് നീ അവളെ ഇൻസൾട്ട് ചെയ്യുന്ന പോലെ അവൾക്ക് ഫീൽ ചെയ്യുള്ളൂ. അതിനുശേഷം ഹെൽപ്പ് ചെയ്യാൻ ഡോക്ടർ പറയുന്നുണ്ട്. നെക്സ്റ്റ് മോർണിംഗിൽ അവരെല്ലാവരും മിസ്റ്റർ ടോയുടെ വീട്ടിലേക്ക് വരുന്നു. മദർ അവർക്ക് ഒരു ചെക്ക് കൊടുക്കുന്നുണ്ട്. ആ ചെക്കിലെ എമൗണ്ട് ഒരുപാട് വലുതായിരുന്നു. അവരുടെ കടങ്ങളെല്ലാം വീട്ടിയ ശേഷവും മദറിനും ഫാദറിനും സുഖമായി ജീവിക്കാനുള്ള എമൗണ്ട് അതിലുണ്ടായിരുന്നു. അവർ അവരോട് നന്ദി പറയുന്നുണ്ട്. തൻ്റെ മകളെ നന്നായിട്ട് നോക്കണമെന്ന് നുട്ടിൻ്റെ മദർ അവരോട് പറയുന്നു. മദർ അറിയേണ്ട ആവശ്യമില്ല, നുട്ടിനെ ഞാൻ നന്നായിട്ട് നോക്കിക്കൊള്ളാമെന്ന് മിസ്റ്റർ ടോയ് പറയുന്നു. ഈ പ്രശ്നങ്ങളെല്ലാം സോൾവ് ആകുന്നവരെ നിങ്ങൾ തൽക്കാലം ഇവിടുന്ന് മാറി നിൽക്കണം. നിങ്ങൾക്ക് താമസിക്കാൻ ഞാൻ മറ്റൊരു പ്ലേസിൽ ഒരു വീട് അറേഞ്ച് ചെയ്തിട്ടുണ്ടെന്ന് മദർ പറയുന്നു. അവിടെ താമസിക്കുമ്പോൾ നിങ്ങൾ ജോബിനെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ല. എല്ലാ മാസത്തെയും ചെലവിനുള്ള പണം മിസ്റ്റർ ടോയ് നിങ്ങൾക്ക് അയച്ചു തരുമെന്ന് മദർ പറയുന്നുണ്ട്. തൻ്റെ പേരൻസ് ഒരു ബുദ്ധിമുട്ടുമില്ലാതെ ഇനി മുതൽ ഹാപ്പി ജീവിക്കും എന്നറിഞ്ഞ് നുട്ട് അവരോട് താങ്ക്സ് പറയുന്നുണ്ട്. ഇനി മുതൽ നീ എന്നെ ആൻറ്റി എന്നല്ല മോംന്ന് വിളിക്കണമെന്ന് ടോയുടെ മദർ അവളോട് പറയുന്നുണ്ട്. അവൾ സമ്മതിക്കുന്നു. ടോയുടെ മദർ അവനോട്, നിന്റെ ബ്രദർ ഇതുവരെ വന്നില്ലല്ലോ, വന്നിരുന്നുവെങ്കിൽ അവനെ നുട്ടുമായി മീറ്റ് ചെയ്യിക്കാമായിരുന്നു പറയുന്നുണ്ട്. സാരമില്ല, നെക്സ്റ്റ് ഡേ മീറ്റ് ചെയ്യിക്കാമെന്ന് ടോയ് പറയുന്നു. അതിനുശേഷം നുട്ട് ഫാമിലിയുടെ കൂടെ അവിടുന്ന് പോകുന്നുണ്ട്. വണ്ടിയിലിരിക്കുമ്പോൾ നുട്ടിൻ്റെ മദർ അവളോട് നീ ഓക്കെ അല്ലേ ചോദിക്കുന്നു. അതെ, ഇത് സത്യത്തിൽ ഒരു സറോഗേറ്റ് മദർ പോലെയാണ്. നമുക്കിതിന് പണം കിട്ടുന്നു. ഈ പണം കൊണ്ട് നമ്മുടെ കടങ്ങളെല്ലാം നമുക്ക് വീട്ടാൻ പറ്റും. അതിനുശേഷം സുഖമായിട്ട് നിങ്ങൾക്ക് ജീവിക്കാനും പറ്റും. മാത്രവുമല്ല മിസ്റ്റർ ടോയ് നല്ലൊരു പേഴ്സണാണ്. കുട്ടിക്കാലം മുതലേ എനിക്ക് അവനെ അറിയാമെന്ന് അവൾ പറയുന്നുണ്ട്. അവർ പോയ ശേഷം നിക്ക് അവിടേക്ക് വരുന്നു. നിക്കിനെ ഇത്രയും ടയേർഡായി കണ്ട്, നിനക്ക് എന്തു പറ്റി, നീ എന്താ ഇത്ര ടയേർഡായിട്ടിരിക്കുന്നതെന്ന് ടോയ് ചോദിക്കുന്നുണ്ട്. വർക്ക് ലോഡ് ഒരുപാടുണ്ടായിരുന്നു, ഞാൻ അതെല്ലാം കംപ്ലീറ്റ് ചെയ്യായിരുന്നു എന്ന് നിക്ക് പറയുന്നുണ്ട്. നെക്സ്റ്റ് മന്ത് ഞാൻ മാരിയും പോകുകയാണെന്ന് ടോയ് പറയുന്നു. അതിൻ്റെ അർത്ഥം ആ പെൺകുട്ടി പണത്തിന് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാണല്ലേ എന്ന് അവൻ ചോദിക്കുന്നു. എന്നിട്ട് അവൻ മദറിൻ്റെ അടുത്ത് വന്ന് ദേഷ്യപ്പെടുന്നുണ്ട്. നീ പറയുന്ന പോലെയല്ല, അവൾ നല്ലൊരു പേഴ്സൺ ആണെന്ന് ടോയ് പറയുന്നു. നല്ല പേഴ്സൺ ആയിരുന്നുവെങ്കിൽ ഒരിക്കലും പണത്തിന് വേണ്ടി സ്വയം സെല്ല് ചെയ്യില്ലായിരുന്നു എന്ന് അവൻ പറയുന്നുണ്ട്. അപ്പോൾ തറയിൽ എന്തോ കിടക്കുന്ന പോലെ അവന് ഫീൽ ചെയ്യുന്നു. എടുത്തു നോക്കുമ്പോൾ അവൻ നുട്ടിന് ഗിഫ്റ്റ് ചെയ്ത് ആ ബ്രേസ്ലെറ്റ് ആയിരുന്നു. ഇത് ഷോക്കായിട്ടാണ് അവൻ നോക്കുന്നത്. മിക്കവാറും ന്യൂട്ടിൻ്റെ കയ്യിൽ നിന്ന് തറ വീണയായിരിക്കും എന്ന് ടോയ് പറയുന്നു. ന്യൂട്ടിൻ്റെ പേര് കേൾക്കുമ്പോൾ അവൻ വീണ്ടും ഷോക്ക് ആകുന്നുണ്ട്. അപ്പോൾ സെർവൻ്റ് അവിടേക്ക് വന്ന് മിസ് ന്യൂട്ട് വെളിയിൽ വന്ന് നിൽപ്പണമെന്ന് പറയുന്നു. അവളെ അകത്തേക്ക് വിടാൻ ടോയ് പറയുന്നുണ്ട്. അവൾ അകത്തേക്ക് വരുമ്പോൾ എന്തു പറ്റി, നിന്റെ ബ്രേസ്ലെറ്റ് നീ ഇവിടെ മറന്നിട്ട് പോയെന്ന് ടോയ് ചോദിക്കുന്നു. എന്നിട്ടവൻ നിക്കിൻ്റെ ഭാഗത്തേക്ക് നോക്കുന്നു. നിക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ന്യൂട്ടിനെ കണ്ട് അവൻ ഷോക്കാകുന്നുണ്ട്. അവനെ കണ്ട് ന്യൂട്ട് ഷോക്കാകുന്നു. തന്നെ കുട്ടിക്കാലത്ത്
ഇത്രയും ബുള്ളി ചെയ്തത് നിക്കാണെന്ന് അവൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. തൻ്റെ ബ്രദർ മാരി ചെയ്യാൻ പോകുന്നത് നുട്ടിനെയാണെന്ന് അറിയുമ്പോൾ അവൻ്റെ ഹാർട്ടും ബ്രേക്ക് ആകുന്നുണ്ട്. നിക്ക് പെട്ടെന്ന് തൻ്റെ മുഖം മാറ്റുന്നു. ഇത് ഞാൻ മാരി ചെയ്യാൻ പോകുന്ന പെൺകുട്ടിയാണെന്ന് പറഞ്ഞ് ടോയ് അവളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. മറ്റു വഴിയൊന്നുമില്ലാതെ നിക്ക് അവളെ നോക്കി സ്മൈൽ ചെയ്യുന്നു. മദർ അവളോട്, ഞാൻ നിന്നോടൊരു കാര്യം പറയാൻ മറന്നു. നീ എത്രയും പെട്ടെന്ന് സ്കൂളിലെ നിന്റെ ജോബ് റിസൈൻ ചെയ്യണം. ഇൻസ്റ്റാഗ്രാമില് പ്രൊഡക്റ്റ് സെല് ചെയ്ത് നിർത്തണം. എന്നിട്ട് പ്രഗ്നൻസിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ പറയുന്നു. ഇതെല്ലാം കേട്ട് ന്യൂട്ട് എല്ലാവരുടെയും മുന്നിൽ എംബാരസ് ആകുന്നുണ്ട്. നിക്ക് അവളുടെ അടുത്തേക്ക് വന്ന് അവൻ്റെ കയ്യിലുണ്ടായിരുന്ന ബ്രേസ്ലെറ്റ് അവളുടെ കയ്യിലേക്ക് ഇട്ടു കൊടുക്കുന്നു. അവൻ്റെ ഫേസ് കണ്ട് അറിയാം നിക്ക് ഒരുപാട് സാഡായിരുന്നു. എന്നിട്ട് അവിടുന്ന് പോകുന്നുണ്ട്. ന്യൂട്ടും കരയുന്നുണ്ട്. ടോയും മധുരവും നിക്കിൻ്റെ അടുത്തേക്ക് വരുന്നു. അപ്പോൾ നിക്ക് അവരോട്, നിങ്ങൾ എന്തിനാണ് ഈ കാര്യത്തിന് വേണ്ടി ഈ പെൺകുട്ടി തന്നെ ചൂസ് ചെയ്തെന്ന് ചോദിക്കുന്നുണ്ട്. ഇവൾക്ക് ഒരുപാട് കടമുണ്ടായിരുന്നു. മാരേജിന് പകരമായി ഇവരുടെ കടങ്ങളെല്ലാം ഞാൻ വീട്ടാൻ തയ്യാറായെന്ന് മദർ പറയുന്നുണ്ട്. അവരുടെ ഈ ഹെൽപ്ലെസ് കണ്ടീഷൻ അമ്മയ്ക്ക് ഇങ്ങനെ ചൂഷണം ചെയ്യാൻ തോന്നിയെന്ന് അവൻ ചോദിക്കുമ്പോൾ ഞാൻ അവളെ ഫോഴ്സ് ചെയ്തില്ല. പിന്നെ നുട്ടല്ലാതെ നമ്മളുടെ മുന്നിൽ മറ്റൊരു വഴിയുമില്ലായിരുന്നു എന്ന് മദർ പറയുന്നുണ്ട്. അതിൻ്റെ അർത്ഥം ബിസിനസ് ടേക്ക് ഓവർ ചെയ്യാൻ വേണ്ടി അമ്മ എന്താ ഒരു പെൺകുട്ടിയുടെ ലൈഫ് സ്പോയിൽ ചെയ്യാൻ പോവുകയാണോ? അമ്മയ്ക്ക് അവളെ കണ്ടിട്ട് ഒരു വിഷമവും തോന്നുന്നില്ലേന്ന് അവൻ ചോദിക്കുന്നുണ്ട്. ടോയ് അവനോട്, നീ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു പെൺകുട്ടി എൻ്റെ ലൈഫിൽ വരുമെന്ന്. ന്യൂട്ട് ആ പെൺകുട്ടിയാണ്. എനിക്ക് അവളുടെ കൂടെ എൻ്റെ ഫുൾ ലൈഫും സ്പെൻഡ് ചെയ്യാൻ പറ്റുമെന്ന് അവൻ പറയുന്നു. ഇത് കേട്ട് നിക്ക് വിഷമത്തിൽ അവിടുന്ന് പോകുന്നുണ്ട്. നെക്സ്റ്റ് സീനിൽ തൻ്റെ റെസിഗ്നേഷൻ ലെറ്റർ കൊടുക്കാൻ വേണ്ടി ന്യൂട്ട് സ്കൂളിലേക്ക് വരുന്നു. അപ്പോൾ പ്രിൻസിപ്പൽ അവളോട് ടോയുടെ മദർ അവളുടെ പേരിൽ 1 മില്യൺ ഭാഗത്ത് ഡൊണേറ്റ് ചെയ്തെന്ന് പറയുന്നു. ന്യൂട്ട് വെളിയിലേക്ക് വരുമ്പോൾ നിക്ക് അവളെ വെയിറ്റ് ചെയ്ത് അവിടെ നിൽപ്പുണ്ടായിരുന്നു. അവനെ കണ്ട് അവൾ പെട്ടെന്ന് കാറിൽ കയറി അവിടുന്ന് പോകാൻ ശ്രമിക്കുന്നുണ്ട്. നിക്കാകട്ടെ ആ കാറിന്റെ പിറകെ വരുന്നു. നിർത്താൻ പറയുന്നുണ്ടെങ്കിലും അകത്തിരുന്ന് അവൾ നിർത്തരുതെന്ന് പറയുന്നുണ്ട്. അവൻ പെട്ടെന്ന് കാറിന്റെ ഫ്രണ്ടിൽ വരുന്നു. എന്നിട്ട് ഡ്രൈവറിന് പണം കാണിക്കുന്നുണ്ട്. ഇത് കാരണം ഡ്രൈവർ വണ്ടി നിർത്തുന്നു. ഡ്രൈവറിന് പണം കൊടുത്ത് അവൻ ന്യൂട്ടിനെ വണ്ടി നിറക്കുന്നുണ്ട്. അവളാകട്ടെ അവിടെ ഓടിപ്പോകുന്നു. അവൻ അവളുടെ പിറകെയും. ലാസ്റ്റ് അവൻ അവളെ പിടിക്കുന്നുണ്ട്. അവൾ അവന്റെ കൈ പിടിച്ച ശേഷം എനിക്ക് നിന്നോട് ഒന്നും സംസാരിക്കില്ലെന്ന് പറയുന്നു. നിനക്ക് പണത്തിന്റെ ആവശ്യമുണ്ടായിരുന്നെങ്കിൽ എന്നോട് ചോദിക്കാൻ പാടില്ലായിരുന്നോ? ആ പ്രൊപ്പോസൽ അക്സെപ്റ്റ് ചെയ്യേണ്ട എന്ത് ആവശ്യമായിരുന്നു എന്ന് അവൻ ചോദിക്കുന്നുണ്ട്. ഇത് കേട്ട് അവൾക്ക് ദേഷ്യം വരുന്നു. ഞാൻ നിന്നോട് ഇതിനെ ഹെൽപ്പ് ചോദിക്കുന്നത് നീ എൻ്റെ ആരാണെന്ന് അവൾ ചോദിക്കുന്നുണ്ട്. ഇത് കേട്ടവൻ, നീ എന്താ എന്നോട് ഇങ്ങനെ സംസാരിക്കുന്നത്? നമ്മൾക്കിടയിൽ ഒരു റിലേഷൻ ഇല്ലാത്ത പോലെ. നമുക്കിടയിൽ ഇനിയൊന്നും ബാക്കിയില്ലെന്ന് പറഞ്ഞ് അവൾ അവിടുന്ന് പോകാൻ തുടങ്ങുന്നു. പ്ലീസ് നീ ഇങ്ങനെ പറയരുത്. ഞാൻ നിന്നോടാകെ കുറച്ച് ടൈം മാത്രമല്ലേ ചോദിച്ചോളൂ എന്ന് അവൻ ചോദിക്കുന്നുണ്ട്. അവൾ തിരിഞ്ഞു നോക്കി, എത്ര ടൈം നിനക്ക് വേണം? 1 മാസം, 2 മാസം, അതോ 6 മാസം, 1 വർഷം, അതോ 10 വർഷമോ? നിനക്ക് വേണ്ടി എൻ്റെ ഫ്യൂച്ചർ എനിക്ക് പ്ലാൻ ചെയ്തിരിക്കാൻ പറ്റില്ലെന്ന് അവൾ പറയുന്നു. ഞാൻ നിന്നോട് ടൈം ചോദിക്കാൻ കാരണം ഈ റിലേഷനിൽ ഞാൻ സീരിയസ് ആയതുകൊണ്ടാണെന്ന് അവൻ പറയുന്നുണ്ട്. പക്ഷെ എനിക്കിപ്പോൾ ആവശ്യം പണമാണ്. നിന്റെ ബ്രദർ എനിക്കത് ഓഫർ ചെയ്തു. സോ ഞാൻ പ്രൊപ്പോസൽ അക്സെപ്റ്റ് ചെയ്യുന്നു അവൾ പറയുന്നുണ്ട്. ഇത് കേട്ട് അവൻ ഒരുപാട് ദേഷ്യം വരുന്നു. അതിൻ്റെ അർത്ഥം പണത്തിന് വേണ്ടി നീ എന്തും ചെയ്യാൻ തയ്യാറാണല്ലേ? നിന്നെ സ്വയം സെല്ല് ചെയ്യാൻ പോലും നീ തയ്യാറാണല്ലേ എന്ന് അവൻ ചോദിക്കുന്നു. ഇത് കേട്ട് അവൾ അവനെ സ്ലാപ്പ് ചെയ്യുന്നുണ്ട്. എന്നെക്കുറിച്ച് ഇത്രയും ചീപ്പായിട്ട് സംസാരിക്കാൻ നിർത്താൻ പറഞ്ഞ് അവൾ അവിടുന്ന് പോകുന്നു. അവൾ ഒരുപാട് കരയുന്നുണ്ട്. അവൻ അവളോട് സോറി പറയുന്നു. ഇത് കേട്ടവൾ, നീ ഈ വേർഡ് പറയാൻ ഒരുപാട് ലേറ്റായെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് കരഞ്ഞുകൊണ്ട് അവിടുന്ന് പോകുന്നു. അവനും അവളുടെ പിറകെ വരുന്നുണ്ട്. എന്നിട്ട് അവളെ ബാക്ക് ഹഗ് ചെയ്യുന്നു. അവൾ അവനെ വിടിയിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവനാകട്ടെ ടൈറ്റായിട്ട് അവളെ ഹഗ് ചെയ്യുന്നുണ്ട്. നീ എന്നെ ഇങ്ങനെ ഇൻസൾട്ട് ചെയ്യരുത്. ഞാൻ നിന്റെ സിസ്റ്ററിൻലോ ആകാൻ പോവുകയാണെന്ന് അവൾ പറയുന്നുണ്ട്. പ്ലീസ് നീ എന്നോട് ഇങ്ങനെ ചെയ്യരുത്. നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ലെന്ന് അവൻ പറയുന്നുണ്ട്. ലാസ്റ്റ് ഒരു വിധത്തിൽ അവൾ അവനെ വിടിയിക്കുന്നു. എന്നിട്ട് കരഞ്ഞുകൊണ്ട് അവിടുന്ന് പോകുന്നുണ്ട്. അവൻ ഒരുപാട് കരയുന്നുണ്ട്. നെക്സ്റ്റ് സീനിൽ നിക്ക് തന്റെ ഗ്രാൻഡ് ഫാദറിന്റെ ഗ്രേവിൻ്റെ അടുത്ത് വന്ന് ഗ്രാൻഡ് ഫാദറിനോട് സംസാരിക്കുന്നു. മരീസയുടെ കൂടെ ഞാൻ പെട്ടെന്ന് റിലേഷനിൽ വന്നപ്പോൾ ഗ്രാൻഡ് ഫാദർ എന്നെ കുറെ ഉപദേശിച്ചു. പക്ഷെ ഞാൻ അതൊന്നും കേൾക്കാതെ അവളുടെ കൂടെ പോയി. ലാസ്റ്റ് ഞങ്ങൾ ബ്രേക്കപ്പായി. ഇപ്പോൾ ന്യൂട്ടൻ്റെ കൂടെ ആയപ്പോൾ ഞാൻ കുറച്ച് ടൈം എടുത്ത് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ തീരുമാനിച്ചു. പക്ഷെ അപ്പോഴേക്കും ഒരുപാട് ലേറ്റായി.
എന്നാലും ന്യൂട്ടിനെ പോലെ ഒരു ലൈഫ് പാർട്ട്ണറിനെ ടോയ്ക്ക് കിട്ടിയതിൽ ഞാൻ ഹാപ്പിയാണെന്ന് അവൻ പറയുന്നുണ്ട്. നെക്സ്റ്റ് സീനിൽ കാണിക്കുന്നത് ന്യൂട്ടിൻ്റെയും ടോയുടെയും വെഡിങ് ഫോട്ടോഷൂട്ടാണ്. അതിനുശേഷം ടോയുടെ മദർ ന്യൂട്ടിനെ കൂട്ടി ഗ്രാൻഡ് മദറിനെ കാണാൻ വരുന്നു. നിന്റെ പേരൻസ് എന്താ ചെയ്യുന്നതെന്ന് ഗ്രാൻഡ് മദർ ചോദിക്കുമ്പോൾ ഇവളുടെ പേരൻസിന് ചെറിയൊരു ബിസിനസ് ആണെന്ന് മദർ പറയുന്നുണ്ട്. അവരുടെ ബിസിനസ് ചെറുതാണ് വലുതാണെന്ന കാര്യത്തിൽ ഞാൻ ഒട്ടും കെയർ ചെയ്യുന്നില്ല. അവർ നല്ല ആളുകളാണെന്ന് മാത്രമാണ് ഞാൻ കെയർ ചെയ്യുന്നതെന്ന് ഗ്രാൻഡ് മദർ പറയുന്നുണ്ട്. കഴിഞ്ഞ 20 വർഷമായിട്ട് എനിക്ക് ഇവളുടെ പേരൻസിനെ അറിയാമെന്ന് മദർ പറയുന്നു. പക്ഷെ ഗ്രാൻഡ് മദറിന് ഇപ്പോഴും സംശയമാണ്, ഇത്ര പെട്ടെന്ന് ന്യൂട്ടി മാരേജിന് സമ്മതിക്കാൻ കാരണം എന്താണെന്നാണ് ഗ്രാൻഡ് മദർ ചോദിക്കുന്നത്. മിസ്റ്റർ ടോയെ എനിക്ക് കുട്ടിക്കാലം മുതൽ അറിയാമെന്ന് അവൾ പറയുന്നു. ഇത് കേട്ട് ഗ്രാൻഡ് മദർ അവരുടെ മാരേജിന് സമ്മതിക്കുന്നുണ്ട്. നെക്സ്റ്റ് സീനിൽ നിക്കിൻ്റെ ആണ്ടിൻ്റെ മകനായ ചെന്നാണ് കാണിക്കുന്നത്. ടോയുടെ വെഡ്ഡിങ് കാർഡ് കാണുമ്പോൾ അവൻ ഒരുപാട് ദേഷ്യം വരുന്നു. അവൻ ആ കാർഡ് കീറിക്കളയുന്നുണ്ട്. അപ്പോൾ അവൻ്റെ വൈഫായ വാടി അവിടേക്ക് വരുന്നു. അവളെ കാണുമ്പോൾ തൻ്റെ ദേഷ്യം മുഴുവൻ അവൻ അവളിൽ തീർക്കുന്നുണ്ട്. അവരുടെ മാരേജ് കഴിഞ്ഞ് 2 വർഷമായി ഇതുവരെ കുട്ടികളില്ല. സോ അവൻ അവളെ ഫോഴ്സ് ചെയ്യുന്നുണ്ട്.